ഏതാണ്ട് 10 വർഷമായിട്ട് DC ബുക്സിൻ്റെ പദ്ധതിയായിരുന്നു ഈ കേരള ചരിത്രം എന്നുള്ളത്, ഈ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. പൊതു വായനക്കാരെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. ഇതുവരെ ലഭ്യമായിട്ടുള്ള എല്ലാ ഗവേഷണ ഫലങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പഠന ഗ്രന്ഥം. ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തെ മാത്രം ഉൾപ്പെടുത്തുക എന്ന ഒരു അജണ്ട ഇതിനകത്തില്ല. എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സാധാരണ വായനക്കാരനെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് എളുപ്പത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇളംകുളം കുഞ്ഞൻപിള്ള മുതൽ ഈ അവസാനം മനു വി ദേവദേവൻ വരെയുള്ള ആളുകൾ പഠനം നടത്തിയിട്ടുള്ള ഒരു മേഖലയാണ്. മാമാങ്കം വളരെ വിപുലമാവുന്നതും അതിൽ ചാവേറ് വരുന്നതും ഈ ഒരു രാഷ്ട്രീയം കൊണ്ടാണ്. സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. രാത്രിയും പകലെന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ലോകങ്ങളുണ്ട്. പരശുരാമൻ മുഴുവെറിഞ്ഞുണ്ടാക്കിയെന്നൊക്കെ പറയുന്ന മിത്തുകളുണ്ട്. അതൊക്കെ ഉൾപ്പെടുന്ന ഒരു മധ്യകാല കേരളമുണ്ട്. ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തിലുള്ള ഒരു കൗതുകം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. വായനക്കാർക്ക് നമസ്കാരം. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 7 വാല്യങ്ങളുള്ള ബൃഹത് ഗ്രന്ഥമായ ആധികാരിക കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധികാരിക കേരള ചരിത്രം സംഭാഷണങ്ങൾ സീരീസിൽ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിൻ്റെ ജനറൽ എഡിറ്ററും കാലിക്കറ്റ് സർവകലാശാല ഹിസ്റ്ററി വിഭാഗം അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ VV ഹരിദാസ് മാഷാണ്. സ്വാഗതം മാഷേ. സുഖമായിട്ടിരിക്കുന്നു? സുഖം. ഇപ്പോൾ ഒരു ഔപചാരികത ഇല്ലാതെ ഞാൻ തുടങ്ങുക. നമ്മൾ ലൈബ്രറികളിൽ ചെന്ന് കഴിയുമ്പോൾ, ഞാൻ ശാസ്ത്രം അക്കാഡമിക്കലി പഠിച്ച ഒരാളല്ല, 10ാം ക്ലാസ്സിനപ്പുറത്തേക്ക് എൻ്റെ ഹ്യൂമാനിറ്റീസ് വിഷയം പഠിച്ചിരുന്ന ആളുമാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ ഒരു പൊതുവായനയ്ക്ക് പോകുന്ന സമയത്തൊക്കെയും ഒരുപാട് ചോയ്സുകളാണ് ചരിത്രം പഠിക്കാൻ. അത് പല ആൾക്കാരുടെ പല പേഴ്സ്പെക്റ്റീവുകളുണ്ട്. അത്രയും സാധനങ്ങൾ നമുക്ക് അവൈലബിളാണ്. അതിൻ്റെ എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നുള്ളത് വേറൊരു വിഷയം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു വലിയ പുസ്തകം ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് നമ്മുടെ ബുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? കേരള ചരിത്രത്തിൽ തന്നെ ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. കേരള ചരിത്രം എന്ന പേരിൽ തന്നെ ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. കേരള ചരിത്രത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വീക്ഷണം, പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നവയാണ് പൊതുവെ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതു വായനക്കാർക്ക് ലഭ്യമാവുന്ന പുസ്തകം ശ്രീധരമേനോൻ്റെ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററിയാണ്. അതാണ് ഇന്ന് പൊതുവെ ആളുകൾക്ക് ആധികാരിക ചരിത്രമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. 10-60 വർഷം മുമ്പ് ഇറങ്ങിയ ആ പുസ്തകത്തെ ഇന്നും അവലംബിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആധികാരികമായിട്ടുള്ള റഫറൻസ് ഗ്രന്ഥം ഇല്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഇന്നുവരെ ഈ പറയുന്ന 60 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിലൂടെ DC ബുക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ ഗവേഷണ ഫലങ്ങളെയും ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. 7 വാല്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ 7 വാല്യങ്ങളിൽ കേരളത്തിൻ്റെ ചരിത്രാതീത കാലം തൊട്ട് ഇന്നുവരെയുള്ള ചരിത്രം അവതരിപ്പിക്കുന്നു. ആദ്യ 6 വാല്യങ്ങൾ ഞങ്ങൾ കാലം തിരിച്ച് ഓരോ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാല്യത്തിൽ, 7ാമത്തെ വാല്യത്തിൽ 1956 ശേഷം നടന്നിട്ടുള്ള ചരിത്ര പരിപ്രേക്ഷ്യങ്ങൾ ആണ് അവതരിപ്പിക്കുന്നത്. ഇന്നുവരെയുള്ള ചരിത്ര പരിപ്രേക്ഷ്യങ്ങൾ അതിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയിൽ താല്പര്യമുള്ള ആളുകൾക്ക് മുഴുവൻ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു ചരിത്ര ഗ്രന്ഥമായിരിക്കും DC ബുക്സ് അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ പഠിക്കുന്ന കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇത്തരത്തിലുള്ള ഒരു ചരിത്ര ഗ്രന്ഥം ഉണ്ടാവണമെന്ന്. ഇത് എത്രയോ കാലമായിട്ട് ആളുകൾ ആഗ്രഹിച്ച ഒരു പുസ്തകമാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ഇനി ഈ ഒരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലും ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ അപ്പോൾ ഇതൊരു എത്ര വർഷത്തെ അധ്വാനം? മാഷല്ലാതെ തന്നെ ഒരു വിദഗ്ധ സമിതിയുണ്ട്, മറ്റ് ചരിത്രകാരന്മാരുണ്ട്. എന്നാലും എത്ര കൊല്ലത്തെ ഒരു അധ്വാനമാണ് ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷമായിട്ട്, ഏതാണ്ട് 10 വർഷമായിട്ട് DC ബുക്സിൻ്റെ പദ്ധതിയായിരുന്നു ഈ കേരള ചരിത്രം എന്നുള്ളത്, ഈ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ 5 വർഷമായി കഴിഞ്ഞു. അതായത് ഇപ്പോഴുള്ള ഈ അവതരിപ്പിക്കുന്ന ടീം ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 5 വർഷത്തോളമായി.
അത് നിരന്തരമായി ഞങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഒരു രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് പറഞ്ഞത് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം വരുന്നത്. നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഗ്രന്ഥകാരന്മാർക്കിടയിലുള്ള ഇടപെടലുകളാണ് പറയുന്നത്. ഞങ്ങൾ അതിൻ്റെ ഒരു പൊതുവായ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് ഈ ഒരു എങ്ങനെയായിരിക്കണം ഗ്രന്ഥം എന്ന് തീരുമാനിക്കുന്നു. ഓരോ ഗ്രന്ഥങ്ങളും ആളുകൾക്ക് വീതം വെച്ച് നൽകുന്നു. അങ്ങനെ അതാത് മേഖലകളിൽ താല്പര്യമുള്ളവരും ഗവേഷണം ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവർക്ക് വേണ്ട ഈ പറയുന്ന നിർദ്ദേശങ്ങൾ, പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകുന്നത്. അങ്ങനെ നൽകിയിട്ടാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഒരു കളക്റ്റീവ് ഡിസിഷൻസിൻ്റെ ഒരു ഇതാണ്, ചർച്ചയിലൂടെയാണ്. അതായത് നമ്മളെല്ലാം ഈ ഏത് തരത്തിൽ വേണം എന്നുള്ളത് ചർച്ചയിലൂടെയാണ് തീരുമാനിക്കുന്നത്. അതായത് ഇതിൻ്റെ ഘടന എങ്ങനെയാവണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നൊക്കെയുള്ളത്. അതേസമയത്ത് ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും അതാത് എഴുത്തുകാർക്ക് തന്നെയുണ്ട്. അല്ലാതെ ഇന്ന ആശയം അനുസരിച്ചാവണം, ഇന്ന പ്രത്യയശാസ്ത്രം അനുസരിച്ചാവണം, ഇന്ന ഐഡിയോളജി പറയണം എന്നൊന്നും നിർദ്ദേശമില്ല. അത് സ്വതന്ത്രമായി എല്ലാത്തരം ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഇതുവരെ ലഭ്യമായിട്ടുള്ള എല്ലാ ഗവേഷണ ഫലങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പഠന ഗ്രന്ഥം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഐഡിയോളജി എന്നൊരു വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചരിത്രം പറയുമ്പോൾ ബയാസ്ഡ് അല്ലാതെ പറയാന്നുള്ളത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ മൊമെൻറ്റിൻ്റെ കൂടെ ഒരു ഭയങ്കര അത്യാവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചരിത്ര പുസ്തകം എഴുതുന്നവർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ന്യൂട്രലായിട്ട് എഴുതാൻ പറ്റൂ? സംശയം കൂടിയാണ്, അത് ബയാസ്ഡ് ആകണം. തീർച്ചയായും ഇത് വളരെ ഇതൊരു സൈദ്ധാന്തികമായ തന്നെ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അതായത് ഐഡിയോളജിയുടെ ഒരു സ്വാധീനമില്ലാതെ എഴുതാൻ കഴിയുമോ എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. പല തരത്തിലുള്ള മുൻവിധികൾ നമ്മൾക്കുണ്ടാവാം. രീതിശാസ്ത്രത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന രീതിയിൽ എല്ലാത്തരം വീക്ഷണങ്ങളെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ അതാത് മേഖലയിലുള്ള ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകളുടെ ഗവേഷണ ഫലങ്ങളെ ഉൾച്ചേർക്കുക എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുടെ ആശയങ്ങളെ ഞങ്ങൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആശയത്തെ ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളായതുകൊണ്ട് പലതരം വ്യാഖ്യാനങ്ങൾ ഇതിനകത്തുണ്ടാവും. പക്ഷേ അതിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യാവുന്ന തരത്തിൽ, അതിനെല്ലാം ഉൾപ്പെടുത്താവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമല്ല. നമ്മൾ നേരത്തെ കണ്ട പുസ്തകങ്ങളിലൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഒരു സൈദ്ധാന്തിക പദ്ധതി അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതെ, അതല്ലാതെ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളെയും ഇതിനകത്ത് പരമാവധി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ജനറൽ റീഡർ എന്നുള്ള നിലയിൽ എനിക്ക് വന്നൊരു സംശയമാണ്, നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ സോർട്ട് ചെയ്ത് കളക്ട് ചെയ്യാന്നൊരു പരിപാടിയാണോ ചെയ്തിരിക്കുന്നത്, അതോ പുതിയതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവോ ഇതിലെ ഗ്രന്ഥകാരന്മാരുടെ തന്നെ ഐഡിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ മെത്തഡോളജീസ് അത് ഉപയോഗിച്ചിട്ടുള്ള ന്യൂ ഇൻഫർമേഷനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്? എന്ത് തരത്തിലുള്ള അപ്രോച്ചിലാണ് പുസ്തകം ചെയ്തിരിക്കുന്നത്? അതെ, ഇത് 2 തരത്തിലും ചെയ്യുന്നുണ്ട്. അതായത് നിലവിലുള്ള കുറേയധികം മേഖലകളിൽ ലഭ്യമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്, ഗവേഷണം ചെയ്തിട്ട് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതുണ്ട്. അത് പലപ്പോഴും സാധാരണ വായനക്കാർക്ക് ലഭ്യമല്ല. അങ്ങനെയുള്ള വിവരങ്ങൾ ഞങ്ങൾ കാലികമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മേഖലകളിൽ ഗവേഷണം ചെയ്തിട്ടുള്ളവരാണ് പലരും, ഈ ഗ്രന്ഥകാരന്മാരെല്ലാം. അവരുടെ ഗവേഷണ ഫലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല പുതുതായി ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഗവേഷണം ചെയ്യാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു അന്വേഷണം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും ചേരുമ്പോഴാണ് ഈ പുസ്തകം പൂർണ്ണമാവുന്നത്. എല്ലാ തരത്തിലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പുതിയ ഗവേഷണങ്ങളിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ കണ്ടെത്താൻ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം വായനയിലൂടെ, ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ കഴിയും. അപ്പോൾ ഇത് ഒരു കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് മാത്രമല്ല, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ട്. പുതിയതായി വ്യാഖ്യാനിക്കാവുന്ന മേഖലകൾ അതിലൂടെ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ 3 തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും ഞങ്ങൾ ഇതിനകത്ത് നിർവഹിക്കുന്നുണ്ട്. ഒരു ഇൻക്ലൂസീവ് അപ്രോച്ചാണ്. അതെ ആണ്. പക്ഷേ ഈ ചരിത്ര വായനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചരിത്ര നോവൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷന് ഒരുപാട് വായനക്കാരുണ്ട്. ഇപ്പോൾ NS മാധവൻ്റെ ലന്തൻ ബത്തേരി ആണെങ്കിലും നിലമ്പൂത്ത് മലർത്തുന്ന ആളാണെങ്കിലും മറുപിറവയാണെങ്കിലും ഒക്കെ വായിക്കാൻ ഒരുപാട് വായനക്കാരുണ്ട് അതിന്. പക്ഷെ അതേ സമയത്ത് ചരിത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചരിത്രം പറയുക എന്നൊരു സാധനം വരുമ്പോഴത്തേക്കും ഇത്രയും ഒരു വായനയുടെ തോത് അവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു
ധാരണ തെറ്റാണെങ്കിൽ മാഷ് തിരുത്താം. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, ഒരു ജനറൽ റീഡേഴ്സ് എന്ന് പറയാവുന്ന ഓഡിയൻസ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്മൂത്ത് റീഡിങ്ങിന് ഇത് നമ്മുടെ ഗ്രന്ഥം സഹായിക്കുമോ, അതോ റിജിഡ് ആണോ അതിൻ്റെ ഒരു സ്ട്രക്ചർ? അതെങ്ങനെ? ഇതിനകത്ത് രണ്ട് തരത്തിലും ഇതിനെ നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ ചരിത്ര രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വളയത്തിനകത്തുകൂടിയാണ് ഇതിനകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചരിത്ര രീതിശാസ്ത്രം ഇല്ലാതെ ഒരു ആധികാരിക ചരിത്രം പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ രീതിശാസ്ത്രത്തിൻ്റെ ഒരു എല്ലാ ചട്ടവട്ടങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം സാധാരണ വായനക്കാരനെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രൂപരേഖ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ നമ്മൾ ആധികാരികം, സമഗ്രം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പലതരം തോട്ടുകളുണ്ടല്ലോ അതിൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പബ്ലിക്കേഷൻ അല്ലെ ആധികാരിക കേരള ചരിത്രം എന്ന് പറയുമ്പോൾ ആ കോട്ട് ചെയ്യുന്ന വേർഡിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള റിസർച്ച് മെറ്റീരിയൽ സോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വേർഡിങ്ങിലേക്ക് പോയത്? ഇത് കേരള ചരിത്രം എന്ന പേരിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രയോ കേരള ചരിത്രങ്ങൾ ഇതിനു മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഒരു കേരള ചരിത്രം എന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലിൽ ഞങ്ങൾ പുസ്തകം ഇറക്കുന്നതിന് പകരം ഇതിനെ ഒന്ന് ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആധികാരിക കേരള ചരിത്രം എന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. അത് 2-3 തരത്തിൽ നമുക്കതിനെ കാണാൻ പറ്റും. ഒന്ന്, ഇതുവരെ നടന്നിട്ടുള്ള പഠനങ്ങളുടെ എല്ലാം ഒരു ഫലം ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്, കേരള ചരിത്രത്തിന് ഞങ്ങൾ നൽകുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇതിന് മുമ്പുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കായിരിക്കും. ഈ ഒരു ഫ്രെയിം വർക്ക് ഇനി അവഗണിച്ചുകൊണ്ട് ഒരു കേരള ചരിത്രം സാധ്യമാകില്ല എന്നാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. ഇതിനെ നിങ്ങൾക്ക് വിമർശിക്കാം, ഇതിനകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ നിങ്ങൾക്കിതിനെ അവഗണിച്ചുകൊണ്ട് ഒരു പുതിയ കേരള ചരിത്രം എഴുതാൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അതിന് ആധികാരിക കേരള ചരിത്രം എന്ന് പേര് കൊടുത്തതിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ആധികാരികം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നുവരെ ലഭ്യമായിട്ടുള്ള രേഖകളുടെയും പഠനങ്ങളുടെയും ഒരു ആകെത്തുക അവതരിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക പരിപ്രേക്ഷ്യമല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, മറിച്ച് ഇന്നുവരെ നിലവിൽ വന്നിട്ടുള്ള എല്ലാ പഠനങ്ങളുടെയും ഒരു ആകെത്തുക എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അതാണ്. മാത്രമല്ല, ഓരോ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആ മേഖലയിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ ഈ ഓരോന്നും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓരോ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 7 വാല്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ആ 7 വാല്യങ്ങൾ ഞങ്ങൾ കാലക്രമം അനുസരിച്ചിട്ടാണ് അടുക്കി വെച്ചിട്ടുള്ളത്. അത് വായനക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഒരുപക്ഷെ സാമ്പ്രദായികമാണ് ഈ കാലഗണന എന്ന് പറയാമെങ്കിലും എളുപ്പത്തിന് വേണ്ടി ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയും റഫറൻസിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള ഡിവിഷൻ കൊണ്ടുവന്നത്. പക്ഷേ ഇതിനകത്ത് ആദ്യത്തേത് പ്രാചീന കേരള ചരിത്രമാണ്. 1-ാം വാല്യം എന്ന് പറയുന്നത് പ്രാചീന കേരള ചരിത്രമാണ്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ചരിത്രാതീത കാലം തൊട്ടുള്ള കേരളത്തിൻ്റെ ഒരു ചരിത്രമാണ് അവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ആർക്കിയോളജിയുടെ അല്ലെങ്കിൽ പുരാതത്വ ശാസ്ത്രത്തിൻ്റെ ഒരുപാട് തെളിവുകൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് നേരത്തെയും ഇത്തരം തെളിവുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് അടുത്ത കാലത്തായിട്ട് 2007 ശേഷം നടന്നിട്ടുള്ള കുറേയധികം പട്ടണം ഉത്ഖനനം ഉൾപ്പെടെയുള്ള ഗവേഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ പുരാതത്വ മുന്നേറ്റങ്ങളുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാചീന കേരള ചരിത്രം അവതരിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഈ ഒരു പുരാതത്വ ശാസ്ത്രത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റം നമ്മുടെ കേരള ചരിത്ര രചനകളിൽ അധികമൊന്നും പ്രതിഫലിക്കപ്പെട്ടിട്ടില്ല. അത് ഇതിനകത്ത് ഈ പ്രാചീന കേരള ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു വാല്യത്തിൽ, 1-ാം വാല്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ 2-ാമത്തെ വാല്യം എന്ന് പറയുന്നത് പൂർവ്വ മധ്യകാലം എന്ന് പറയുന്നതാണ്. മധ്യകാലത്തെക്കുറിച്ച് ഞങ്ങൾ 3 വാല്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതിൽ 2-ാം വാല്യം എന്ന് പറയുന്നത് പൂർവ്വ മധ്യകാലത്തെക്കുറിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പഠനങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ഇളംകുളം കുഞ്ഞൻപിള്ള മുതൽ ഈ അവസാനം മനൂവി ദേവദേവൻ വരെയുള്ള ആളുകൾ പഠനം നടത്തിയിട്ടുള്ള ഒരു മേഖലയാണ്, പഠിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം മുന്നേറ്റങ്ങളെ ഈ
ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ രണ്ടാം വാല്യത്തിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ വാല്യം എന്ന് പറയുന്നത് ഞാൻ തന്നെ എഴുതുന്ന ഒരു വാല്യമാണ്. അത് പിൽക്കാല മധ്യകാലത്തെക്കുറിച്ചുള്ളതാണ്. അതിനകത്തെ രാഷ്ട്രീയം, അധികാരം, സംസ്കാരം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതിനകത്തും ഇതുപോലെ അന്ന് സ്വരൂപങ്ങൾ എന്ന് പറയുന്ന കുറേ ഒരു ഭരണരൂപങ്ങളെക്കുറിച്ചും അന്ന് കേരളത്തിൻ്റെ ഒരു മധ്യകാല കേരളത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലവും വിശദമാക്കാൻ വേണ്ടി ഭാഷ, സംസ്കാരം പോലെയുള്ള എല്ലാ കാര്യങ്ങളും, കല ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാല്യമാണ് മൂന്നാമത്തെ വാല്യം എന്ന് പറയുന്നത്. നാലാമത്തെ വാല്യവും ഈ പിൽക്കാല മധ്യകാലത്തെക്കുറിച്ചാണ്. 1792 വരെയുള്ള 1200 മുതൽ 1792 വരെയുള്ള ഒരു കാലത്തെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതിൽ അവതരിപ്പിക്കുന്നത് സമ്പത്ത്, സമൂഹം, നിത്യജീവിതം എന്നുള്ള വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ള, നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ വസ്ത്രം, ഭക്ഷണം, നമ്മുടെ ജീവിതം, ജനജീവിതം എങ്ങനെയാണ്, നമ്മുടെ സമൂഹം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നാലാം വാല്യത്തിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ അഞ്ചാം വാല്യം എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന മുന്നേറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വാല്യമാണ്. ആധുനിക കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നവോത്ഥാന മുന്നേറ്റങ്ങളെ അവതരിപ്പിക്കുന്ന വാല്യമാണ് നമ്മുടെ അഞ്ചാം വാല്യം. ആറാമത്തെ വാല്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ ചരിത്രമാണ്. ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അവതരിപ്പിക്കുന്നു. ഏഴാം വാല്യം 1956 ശേഷം, കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്ര പരിപ്രേക്ഷ്യമാണ്. വ്യത്യസ്ത ലേഖകന്മാർ എഴുതിയിട്ടുള്ള ഈ വ്യത്യസ്ത പരിപ്രേക്ഷ്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു വാല്യമാണ് ഈ ഏഴാം വാല്യം. അങ്ങനെ സമഗ്രമായ, നമ്മൾ നേരത്തെ ആധികാരികം എന്ന് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോൾ സമഗ്ര കേരള ചരിത്രം എന്ന് പറഞ്ഞാലും സമ്പൂർണ്ണ കേരള ചരിത്രം എന്ന് പറഞ്ഞാലും ആധികാരിക കേരള ചരിത്രം എന്ന് പറഞ്ഞാലും ഒക്കെ ഈ ഒരു വിമർശനം നമുക്ക് മുന്നിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ തരത്തിലുള്ള രേഖകളെ അടിസ്ഥാനപ്പെടുത്തി, ഗവേഷണ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രമാണെന്നും അത് തീർച്ചയായും ഇതുവരെ ഉണ്ടായിട്ടുള്ള കേരള ചരിത്ര പഠനങ്ങളിൽ ഏറ്റവും ആധികാരികമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അത് ഏത് ടൈറ്റിലിനും ഉള്ള പോലെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് അതിനുണ്ടാവും. പിന്നെ നിരുപദ്രവകരമായിട്ടുള്ള കേരള ചരിത്രം എന്ന് മാത്രം പറയുകയാണ് സാധാരണഗതിയിൽ സ്വീകരിക്കാവുന്ന ഒരു തന്ത്രം. അതിന് പകരം ഞങ്ങൾ എന്താ പറയുക, ഇതിനകത്ത് നിങ്ങൾക്ക് നാളെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റും, തിരുത്തൽ വരുത്താൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇതിനെ അവഗണിച്ചുകൊണ്ടൊരു ഫ്രെയിം വർക്ക്, ഈ ഫ്രെയിം വർക്കിനെ നിങ്ങൾക്ക് അവഗണിച്ചുകൊണ്ട് ഒരു ചരിത്രരചന സാധ്യമാവില്ല എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ആധികാരികത എന്ന് പറയുന്നത്. അത് പൊതുവെ വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ഒന്നായതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനകത്ത് ചോദിക്കുകയാണ്, ഈ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുത്തു ഒരു ബിഗിനിങ് സ്റ്റേജിൽ? അതെ, ഇത് മാത്രമല്ല, ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു ഫ്രെയിം വർക്കാണെന്ന് പറഞ്ഞുകൂടാ. തുടക്കത്തിൽ ഞങ്ങളൊരു 3-4 മാസം ഇരുന്ന് ചർച്ച ചെയ്താണ് ഇതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നത്. അത് പിന്നീട് നിരന്തരം, അതായത് ഞങ്ങൾ എഴുത്ത് ആരംഭിച്ചതിന് ശേഷവും ഇത് നിരന്തരമായി നവീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഈ അവസാനം പ്രസ്സിലേക്ക് പോകുന്നത് വരെയും ഇതിൻ്റെ ഒരു രൂപരേഖയിൽ ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. അത് ആളുകൾ എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ച് ഒരു പൊതു സമീപന രീതിയാണ് അതിലെടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്നിന്ന കാര്യങ്ങളെ പറയാവൂ എന്ന രീതിയിലുള്ള കടുംപിടുത്തങ്ങൾ ഇതിനകത്തില്ല. ഈ പിൽക്കാല മധ്യകാല ചരിത്രത്തിൽ മിഡീവൽ പീരീഡാണ് മാഷിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും. അങ്ങനെ ഒരു താല്പര്യം ആ പർട്ടിക്കുലർ കാലഘട്ടത്തിനോട് തോന്നിയത് എപ്പോഴാണ്? ഈ ഗവേഷണത്തിന് തുടങ്ങുന്ന കാലത്ത് തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ പ്രാചീന കേരള ചരിത്രം ചെയ്യണോ മധ്യകാല കേരള ചരിത്രം ചെയ്യണോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. കാരണം ഞാൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രാചീന ചരിത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് PG കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഗവേഷണത്തിന് വേണ്ടി അന്വേഷിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പ്രീമോഡേൺ ആയിട്ടുള്ളൊരു വിഷയമാണ് തിരഞ്ഞെടുക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രാചീന കേരള ചരിത്രം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആർക്കിയോളജിയിൽ വളരെയധികം അവഗാഹമുള്ള ആളുകൾക്ക് പറ്റുന്ന ഒന്നായതുകൊണ്ടും അല്ലെങ്കിൽ തമിഴ് സോഴ്സുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നായതുകൊണ്ടും ഞാൻ മധ്യകാല കേരള ചരിത്രം ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. മാത്രമല്ല അതിൽ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഗ്രന്ഥവരികളാണ്, താളിയോല ഗ്രന്ഥവരികളാണ്. അപ്പോൾ അത് വായിക്കാനുള്ള ഒരു താല്പര്യം കൂടിയാണ് എന്നെ ഈ പറയുന്ന മധ്യകാല കേരള ചരിത്രത്തിലേക്ക് നയിക്കുന്നത്. വിദേശ സഞ്ചാര വിവരണങ്ങൾ അതുപോലെ ഞങ്ങൾ മധ്യകാല കേരള ചരിത്രത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇത്തരം സാഹിത്യ കൃതികൾ ഉപയോഗിക്കുന്നുണ്ട്, മണിപ്രവാളം ഉൾപ്പെടെയുള്ള കൃതികൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള
മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രത്യേകതകളും രൂപപ്പെട്ട് വരുന്ന കാലം കൂടിയാണിത്. നമ്മൾ ഇന്ന് മലയാളി എന്ന് പറയുന്ന ഒരാളുടെ തനിമയായിട്ട് പറയുന്ന പലതും ഈ മധ്യകാലത്ത് ആദ്യം ഒന്നുകിൽ പൂർവ്വ മധ്യകാലത്ത് അല്ലെങ്കിൽ പിൽക്കാല മധ്യകാലത്ത് രൂപപ്പെട്ടിട്ടുള്ളതാണ്, ഭാഷ ഉൾപ്പെടെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു താല്പര്യം കൂടിയാണ് എന്നെ ഈ മധ്യകാല ചരിത്രത്തിലേക്ക് എത്തിക്കുന്നത്. മാഷിൻ്റെ സ്പെഷ്യലൈസേഷൻ ബുക്കിൽ അധികാരം, രാഷ്ട്രീയം, സംസ്കാരം എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് മൂന്നിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വലിയ പാടായിരിക്കും, അത്രയും ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ചോദ്യത്തിൽ ഞാൻ തുടങ്ങാം. എന്തായിരുന്നു ഈ കാലഘട്ടത്തിലെ അധികാരത്തിൻ്റെ ഒരു സ്ട്രക്ചർ? എന്തായിരുന്നു? ആരാണ് ഭരിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ ഒരു ഭരണഘടന? അവർ സ്വീകരിച്ചിരുന്ന വഴി എന്തായിരുന്നു? അത് നേരത്തെയുള്ള ഒരു ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണകൂട രൂപത്തിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ പിൽക്കാല മധ്യകാലത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഒരു കാലത്തെ പൂർവ്വ മധ്യകാലമെന്നും പിൽക്കാല മധ്യകാലമെന്നും രണ്ടായിട്ട് തിരിക്കുന്നത്. ചേരന്മാരുടെ കീഴിലുണ്ടായിരുന്ന ഒരു ആദി മധ്യകാലമുണ്ട്, അല്ലെങ്കിൽ പൂർവ്വ മധ്യകാലമുണ്ട്. അവിടെ ഒരു ചേര രാജ്യം എന്ന് പറയുന്ന എളംകുളവും അതുപോലെ തന്നെ MGS ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ചേര രാജ്യം എന്ന് പറയുന്ന ഒന്നും നിലനിന്നിരുന്നു. അത് തന്നെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിയിരുന്നു എന്നുള്ള സംശയമാണ്. അവരുടെ കീഴിലും ധാരാളം നാടുടയവർമാരാണ് ഉണ്ടായിരുന്നത്. ഈ നാടുടയവർമാരിലെ നാടുവാഴികൾ പിൽക്കാലത്ത് സ്വതന്ത്രരാവുകയും അവർ സ്വരൂപം എന്ന പേരിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വരൂപങ്ങളുടെ കാലം കൂടിയാണ് ഈ പിൽക്കാല മധ്യകാലം. അപ്പോൾ ആ അധികാരം അങ്ങനെ ഒരു പൊതുവായ കേരളത്തിൻ്റെ ഒരു രാജാവ് എന്നുള്ളതിൽ നിന്ന് മാറി നിരവധിയായിട്ടുള്ള ഭരണകൂടങ്ങളായിട്ട് മാറുന്നു. സ്വരൂപം എന്നുള്ള വാക്ക് തന്നെ കേട്ടാൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ സെൽഫി എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം രൂപമാണ്, സ്വരൂപമാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, സ്വരൂപമാണ്. അതേസമയത്ത് അതിന് രാഘവ വാര്യരെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം സ്വരൂപിക്കുക, ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക എന്ന അർത്ഥത്തിലാണ് സ്വരൂപം എന്നത് ഉപയോഗിക്കുന്നത്. അത് ഒട്ടനവധി ആളുകൾ, കുടുംബങ്ങൾ, താവഴികൾ ഒന്നിച്ചു ചേർന്ന് അധികാരം നടത്തുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് അതിനെ സ്വരൂപം എന്ന് പറയുന്നത്. കുടുംബ വാഴ്ചയാണ്, പക്ഷേ കൂട്ടുകുടുംബ വാഴ്ചയാണ്. ധാരാളം താവഴികളായിട്ട് അധികാരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുന്നു. അതിൽ നിന്ന് ഏറ്റവും മൂത്ത ആളെ ഈ പറയുന്ന രീതിയിൽ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നു. അയാളാണ് അതിൻ്റെ സ്വരൂപത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആളായിട്ട്. അത് കോഴിക്കോടാണെങ്കിൽ സാമൂതിരി, കോലത്ത് നാട്ടിലാണെങ്കിൽ കോലത്തിരി, വേണാട്ടിലാണ് വേണാട്ടിരി എന്ന രീതിയിൽ, അല്ലെങ്കിൽ വള്ളുവനാട്ടിൽ വള്ളുവ കോനാതിരി എന്ന രീതിയിലുള്ള ഒരു മുതിർന്ന ആൾ അധികാരത്തിൽ വരുന്നു. അതാണ് സ്വരൂപത്തിൻ്റെ ഒരു ഘടന. സ്വരൂപഘടനയിൽ ഒരുപാട് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കൂറുവാഴ്ച എന്നും മൂപ്പുമുറ എന്നും ഒക്കെ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് വരുന്നത്. അത് ഒക്കെ ഈ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ നേരിട്ട് പറയുമ്പോൾ അത്ര താല്പര്യമുള്ളതാവില്ല. അതിനകത്ത് കൗതുകമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത തരം അധികാരം നിലനിൽക്കുമ്പോഴും ഇതിൻ്റെ ഘടനയിൽ വലിയ മാറ്റങ്ങളില്ല. അതായത് സാമൂതിരിയുടെ അധികാരവും കോലത്തിരിയുടെ അധികാരവും വേണാട്ടിരിയുടെ അധികാരവും വളരെ വിപുലമാണ്, അല്ലെങ്കിൽ അവർ കുറേ കൂടി പ്രധാനപ്പെട്ട സ്വരൂപികളാണ്. അതേസമയം വെട്ടത്തു നാടായാലും കടത്തനാടായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കൊല്ലംകോടായാലും അവർക്കും അധികാരങ്ങളുണ്ട്. അപ്പം ഈ നാടുവാഴി എന്ന് പറയുന്നവരും രാജാവ് എന്ന് വിളിക്കുന്നവരും ഒക്കെ തന്നെ ഈ അധികാര ഘടനയുടെ ഭാഗം. അതാണ് ഈ പിൽക്കാല മധ്യകാലത്തിൻ്റെ ഘടനയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഒരു സംശയം, പക്ഷേ ഈ അധികാരങ്ങൾക്ക് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു? ഇത്ര അധികാരം നാടുവാഴിക്ക്, ഇത്ര അധികാരം രാജാവിന്, അതോ രണ്ടുപേരും ഈക്വലായിട്ട് പവർ ഷെയർ ചെയ്തിരുന്നു? അല്ല, വ്യത്യസ്തതയുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയായിട്ട് നമുക്ക് കാണാൻ പറ്റുക, വെട്ടത്ത് രാജാവിനെ താനൂർ രാജ എന്നാണ് പോർച്ചുഗീസ് ഡോക്യുമെൻറ്റിലൊക്കെ വിളിക്കുന്നത്. ഡച്ചുകാരും താനൂർ രാജ എന്ന് പറയും. അറബി സോഴ്സിലും അദ്ദേഹത്തെ താനൂർ രാജ എന്ന് വിളിക്കുന്നുണ്ട്. അതേസമയത്ത് സാമൂതിരി ഇത് പരിഹാസത്തോടെ രാജാവോ വെട്ടത്ത് രാജാവോ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. അതായത് വെട്ടത്ത് എന്ന് പറയുന്ന ഒരു നാടുവാഴിയാണ് സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം രാജാവല്ല, രാജാവ് എന്നുള്ള പദവി ഇല്ല എന്നാണ് സാമൂതിരിയുടെ ഒരു വെപ്പ്. അതായത് അതുകൊണ്ട് തന്നെ രാജ എന്നുള്ളത്, ഇപ്പോൾ കൊല്ലംകോട് രാജ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, ഗ്രന്ഥകരിൽ അറിയപ്പെടുന്നത് വെങ്ങന്നനാട്ടിൽ അമ്പടി എന്നാണ്. വെട്ടമുടയ മൂത്ത കോവിൽ എന്നാണ് വെട്ടത്ത് രാജാവിനെ ഗ്രന്ഥകരിൽ അറിയപ്പെടുന്നത്. അവരെ ഒന്നും രാജ എന്ന് വിളിക്കുന്നില്ല. അത് സാമൂതിരി സ്വയം പോലും രാജാവെന്ന് വിളിക്കുന്നില്ല. സാമൂതിരി, താമൂതിരി, തിരുമുൽപ്പാട്, സാമൂരി, തിരുമുൽപ്പാട് എന്നൊക്കെ പറയുന്നുള്ളൂ. പിൽക്കാലത്താണ് അദ്ദേഹം തന്നെ രാജാവ് എന്നൊക്കെ പറയുന്നത്. പിൽക്കാലത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കലക്ടർ ലോഗനൊക്കെ എഴുതുന്ന കത്തിൽ വലിയ നീണ്ട അഭിസംബോധനയാണ്. ഇവരെയൊക്കെ വലിയ രാജമാന്യ, രാജശ്രീ, കോഴിക്കോട്ട്
ബഹദൂർ അവർകൾ രാജാവ് എന്നൊക്കെയുള്ള രീതിയിൽ മഹാരാജാവ് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ നീണ്ട അഭിസംബോധന അത് പിൽക്കാലത്തുണ്ടായി വന്നിട്ടുള്ള ഒന്നാണ്. രാജാവ് അധികാരം ഉണ്ടായിരുന്ന കാലത്ത് രാജാവ് എന്നൊന്നും പറയുന്നില്ല, താമൂരി എന്നോ സാമൂതിരി എന്നോ ഒക്കെ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ നാട് പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് നമുക്ക് ഈ രേഖകളിലൂടെ ഈ അധികാരത്തിന് രണ്ട് തരം സ്വഭാവമുണ്ട്. നാടുവാഴിയുടെ അധികാര സ്വഭാവമല്ല ഈ പറയുന്ന സാമൂതിരിയുടേത് ഉൾപ്പെടെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അരിയിട്ട് വാഴ്ച അല്ലെങ്കിൽ തിരുമുടിപ്പഴവരിച്ചാർത്ത് എന്നൊക്കെ പറയുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ചടങ്ങിലൂടെയാണ് ഇവർ അധികാരത്തിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു അധികാരത്തിൻ്റെ ഒരു ഡോമിനൻസ് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് പലരും പല രീതിയിൽ ചെയ്യുന്നു. ഹിരണ്യഗർഭമാണ് തിരുവിതാംകൂറിലൊക്കെ അവർ ചെയ്യുന്നത്, ഹിരണ്യഗർഭം പോലെയുള്ള ചടങ്ങുകളിലൂടെയാണ് ചെയ്യുന്നത്. സാമൂതിരി ഇവിടെ അത് അരിയിട്ട് വാഴ്ചയിലൂടെ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. കോലത്തിരി ഇതുപോലെ തുളുബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ട് അവരുടെ മുകളിലുള്ള ഒരു റിച്വൽ അധികാരിയായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. പിന്നെ മാത്രമല്ല ഇവർ പറയും അഗ്നികുലം ആണെന്ന് സാമൂതിരി പറയുന്നുണ്ട്, ഞങ്ങൾ അഗ്നികുലത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് പഴയ ലീനേജുമായിട്ട് ബന്ധങ്ങളുണ്ടാക്കി അങ്ങനെ പല രീതിയിൽ ഈ അധികാരത്തെ അവർ പൊലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അധികാരം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. ആ കാലത്ത് അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അധികാരം പലപ്പോഴും ഈ അധികാരത്തെ അവർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതുപോലെ പലപ്പോഴും ഈ അധികാരത്തിന് വേണ്ടി ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആണല്ലോ പിന്നീട് സംസ്കാരമായിട്ട് കൺവേർട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേരള സംസ്കാരത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പരിപാടിയാണ് മാമാങ്കം. അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചാവേറുകൾ, അവരുടെ പാട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്? ആക്ച്വലി അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു കാട്ടിക്കൂട്ടലെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, അതെൻ്റെ അജ്ഞതയാണോ എന്നും എനിക്കറിയില്ല, എന്നാലും ചോദിക്കുക. അപ്പോൾ ഈ അധികാരങ്ങളാണോ ശരിക്കും നമ്മുടെ സംസ്കാരത്തെ രൂപീകരിച്ചിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് അധികാരം ഒരു മാമാങ്കം പോലെയുള്ള ഒരു ഉത്സവത്തെ സ്വാധീനിക്കുന്നതിന് പകരം ഉത്സവങ്ങളെ പിൽക്കാലത്ത് അധികാരം ചെലുത്തിയിട്ട് വലിയ തോതിൽ ഒരു രാജകീയ വിളംബരമാക്കി മാറ്റുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാമാങ്കം എന്ന് പറയുന്ന ഒരു ഉത്സവം ഒരു നദിയുടെ ഉത്സവമായിട്ട്, ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് എത്രയോ കാലം മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് എന്ന് അതും ഐതിഹ്യങ്ങളാണ്. പക്ഷേ അത് ചേര പെരുമാക്കന്മാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ ഉത്സവം നടന്നിരുന്നത് തിരുനാവായ എന്ന് പറയുന്ന ഈ പേരാർ എന്നും നിള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് ഉണ്ടായിരുന്നത്. അത് പിൽക്കാലത്ത് ഈ വിഭജനം നടന്നപ്പോൾ അല്ലെങ്കിൽ അധികാരം ഈ ചേര രാജാക്കന്മാരുടെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ വള്ളുവ വനാതിരിക്കാണ് ആ സ്ഥലം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും മാമാങ്കം നടത്താനുള്ള ചുമതലയും വള്ളുവ വനാതിരിക്കാവുന്നു. ആ സ്ഥാനത്തേക്കാണ് സാമൂതിരി കടന്നു വരുന്നത്. അല്ലെങ്കിൽ സാമൂതിരി ഇത് പിടിച്ചെടുക്കുകയാണ്. ഈ പിടിച്ചെടുക്കുകയാണെന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കേരളോൽപ്പത്തിയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ സാമൂതിരി ഇത് പിടിച്ചെടുത്തതാണ് എന്ന് ഒരു കഥയിലൂടെ കേരളോൽപ്പത്തിയിൽ പറയുന്നത് കാണും. വള്ളുവനാതിരിയിൽ നിന്ന് തിരുനാവായ പിടിച്ചെടുത്തു, അതിലൂടെ മാമാങ്കത്തിൻ്റെ അധ്യക്ഷനാവാൻ പറ്റി. മാമാങ്കം വളരെ വിപുലമാവുന്നതും അതിൽ ചാവേറ് വരുന്നതും ഈ ഒരു രാഷ്ട്രീയം കൊണ്ടാണ്. അതിനു മുമ്പ് ഇല്ലാത്ത ഒന്നാണ് ഈ പറയുന്ന ചാവേറെന്ന് പിന്നീട് വന്നതാണ്. അതിന് മുമ്പുണ്ടായിരുന്നതല്ല. അവിടെ നടന്നിരുന്ന ഉത്സവമാണ്. പക്ഷേ വള്ളുവനാതിരിയിൽ നിന്ന് സാമൂതിരി ഇത് പിടിച്ചെടുത്തതോടുകൂടി ചാവേറുകളെ അയക്കാൻ തുടങ്ങുന്നു. അത് പിന്നീട് ഒരു അനുഷ്ഠാനപരമായ ഒരു ചടങ്ങ് പോലെ നിരന്തരമായിട്ട് ചാവേറുകൾ അയക്കുന്നു. ഓരോ മാമാങ്കത്തിലും നമുക്ക് കിട്ടുന്ന ലോകനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രേഖയുണ്ട്. കോഴിക്കോടൻ ഗ്രന്ഥവരിയിലുള്ള രേഖയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വായിച്ചിട്ടുള്ള ഒരു രേഖയാണത്. 55 ചാവേറാണ് ഒരു മാമാങ്കത്തിൽ 1683 ഒരു മാമാങ്കത്തിൽ വന്ന് മരിക്കുന്നത്. 55 ചാവേറുകൾ എന്ന് പറയുമ്പോൾ വലിയ ഒരു ചാവേർ കൂട്ടം വന്നിട്ട് പല നാളുകളിലായിട്ടാണ്, ഒന്നിച്ചല്ല അവർ വരുന്നത്, ഒരു പട പോലെയല്ല വരുന്നത്, ഒരു കൂട്ടമായിട്ട് പല സമയങ്ങളിൽ രാത്രി വരുന്നുണ്ട്, പകൽ വരുന്നുണ്ട്, അങ്ങനെ പല സമയങ്ങളിൽ വന്നിട്ടാണ് അവർ പോരാടി മരിക്കുന്നത്. ഈ മാമാങ്ക ചാവേറുകളുടെ ഒരു വീര്യം ഉണ്ടല്ലോ, അത് ആണ് ഒരു പക്ഷേ മാമാങ്കത്തിന് ഇത്രമാത്രം പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുത്തത്. മാമാങ്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചാവേറുകളെ കുറിച്ചൊക്കെ പാട്ടുകൾ തന്നെയുണ്ട്. പുള്ളുവന്മാർ പാട്ടുന്ന ഈ ചാവേർ പാട്ടുകളുണ്ട്. അത് നാടൻ പാട്ടുകളാണ്, പുള്ളുവന്മാരാണ് അത് പാടി നടക്കുന്നത്. അതിൽ കണ്ടർമേനോൻ്റെയൊക്കെ പാട്ട് എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ഇത്തരം ഇവരുടെ ഈ ഒരു ചാവേറുകളുടെ വീര്യങ്ങളാണ് പറയുന്നത്. അതേസമയം നമുക്ക് കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ ഈ മാമാങ്കത്തിൽ നടന്നിട്ടുള്ള ഉത്സവത്തിൻ്റെ വലിയ വിശദമായിട്ടുള്ള 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കലാമാമാങ്കം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഒന്നാണ് ഇത് നടക്കുന്നത്. അതിന് ധാരാളം പണച്ചെലവുണ്ട്. ഈ 12 വർഷത്തിലൊരിക്കലാണ് ഇത് നടത്തുന്നത്. അത് വലിയ പണച്ചെലവുള്ള ഒന്നാണ്. അതിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൗഢി
പ്രദർശിപ്പിക്കുന്നത്. സാമൂതിരി എല്ലാ ദിവസവും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ആളുകൾക്ക് മുന്നിൽ കാണാവുന്ന തരത്തിൽ വരുന്നുണ്ട്. 20 ദിവസത്തിന് ശേഷം അദ്ദേഹം ആനയുടെ പുറത്ത് എഴുന്നള്ളുന്നുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൈനികരൊക്കെ ആ സമയത്ത് ഈ തിരുനാവായയിൽ വന്ന് തമ്പടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിപുലമായിട്ട് നടക്കുന്ന ഒന്നാണ്. മാത്രമല്ല അവിടെ ഈ നദിയോട് ചേർന്നിട്ട് വാണിജ്യം വളരെ വിപുലമാണ്. നദീതീരത്ത് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, ധാരാളം കലാപരിപാടികൾ നടക്കുന്നുണ്ട്, സാംസ്കാരിക പരിപാടികൾ ധാരാളം നടക്കുന്നുണ്ട്, മാജിക് ഷോ വരെ നടക്കുന്നുണ്ടെന്നാണ്. അതെ, മന്ത്രവിദ്യകൾ കാണിക്കുന്നു എന്ന് പറയുന്നത്, ചെപ്പടി വിദ്യകൾ കാണിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കൃഷ്ണനാട്ടം, രാമനാട്ടം, കൂത്ത്, പാടകം പോലെയുള്ള കലകൾ എല്ലാം നടക്കുന്നുണ്ട്. അലുവ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അലുവ ഈ പറയുന്ന 17-ാം നൂറ്റാണ്ടിലെ സോസിൽ പറയുന്നു അലുവ വാങ്ങിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കച്ചവടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആ മാമാങ്കം ഇത്ര വിപുലമാവുന്നത്. അതിൽ അധികാരം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന കാർണിവൽ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതും നമ്മുടെ ഉത്സവങ്ങൾ സിമിലർ ആണോ, അത് ഒരേ കോൺസെപ്റ്റിലാണോ വർക്ക് ചെയ്യുന്നത്? ക്ഷേത്രോത്സവങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് ഉത്സവങ്ങൾ? പൊതുവെ ഇതുവരെ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം നാളുകളുമായി ബന്ധിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ KN ഗണേശൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നത്. നാളുകളാണ് പൊതുവെ ഉത്സവ ദിവസങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ ശ്രാവണം എന്ന് പറയുന്ന ഒരു നാളാണ് നമ്മുടെ ഓണം ഉത്സവമാവുന്നത്. അങ്ങനെ പൊതുവെ നാളുകളുമായി ബന്ധിപ്പിച്ചിട്ടാണ് തിരുവിഴകളെല്ലാം വരുന്നത്. സൗത്ത് ഇന്ത്യയിലുള്ള ഉത്സവങ്ങളെല്ലാം ഇങ്ങനെ നാളുകളുമായി ബന്ധിപ്പിച്ചിട്ടാണ് വരുന്നത്. ഇതുപോലെ ബുദ്ധ പൗർണിമയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ മാമാങ്കത്തിൽ തന്നെ പറയുന്നുണ്ട്. മാഘത്തിലെ ഈ ബുദ്ധ പൗർണമിക്കാണ് ഈ മാമാങ്കം എന്ന് പറയുന്ന ആ ദിവസം, ആ പെർട്ടിക്കുലർ ഡേ എന്ന് പറയുന്നത് മാസത്തിലെ മകം നാളിലാണ്. അത് ഈ പറയുന്ന പൗർണമിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒന്നുകിൽ ഇത്തരത്തിലുള്ള നാളുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഉത്സവങ്ങളാവാം, അല്ലെങ്കിൽ ക്ഷേത്രോത്സവങ്ങളാവാം. ക്ഷേത്രോത്സവങ്ങൾ ഇതുപോലെയാണ്. ആ പ്രതിഷ്ഠ നടത്തിയ ദിവസമോ, അല്ലെങ്കിൽ ഇപ്പോൾ രാമൻ്റെതാണെങ്കിൽ രാമനവമിയോ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെതാണെങ്കിൽ ഈ അഷ്ടമി രോഹിണി, അങ്ങനെ ഉള്ള പ്രത്യേക നാളുകളാണ് ഉത്സവങ്ങളായിട്ട് മാറുന്നത്. അത് വിപുലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിഷു ആണെങ്കിലും നമുക്കറിയാം, അത് നാടുമായി ബന്ധിപ്പിച്ചിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ വിഷുവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉത്സവങ്ങൾക്കെല്ലാം ഇത്തരം ഒരു സ്വഭാവമുണ്ട്. പിന്നീട് നമുക്ക് രൂപമാറ്റം വന്ന് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു അന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ ഞാറ്റുവേല, തിരുവാതിര എന്നൊക്കെ പറയുന്നതെല്ലാം ഇത്തരത്തിൽ നാളുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടല്ലോ, ഒരു കാലവർഷം, കാലഗണന, ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത്തരം ഉത്സവങ്ങൾ വരുന്നത്. അതിന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കാർഷിക വൃത്തിയായി ബന്ധം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എപ്പോഴാണോ ഹാർവസ്റ്റ് ചെയ്യുന്നത്, കൊയ്ത്തുകാലം വരുന്നത്, അപ്പോഴാണ് ചിലപ്പോൾ ഉത്സവങ്ങൾ വരിക. അങ്ങനെ ഇതുമായി ബന്ധിപ്പിച്ച് പുത്തരി ആയാലും നിറയായാലും ഇങ്ങനെ കാർഷിക ഉത്സവങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പല രീതിയിൽ ഉത്സവങ്ങൾ പിൽക്കാലത്ത് വരുന്നു. പക്ഷേ ഇതിലെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതുപോലെ ഈ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലുള്ള ജാതി വ്യവസ്ഥയെ അത് ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അതോ അതിനെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആക്കി അതിനെ നിലനിർത്താനാണോ നമ്മുടെ ഉത്സവങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്? ഉത്സവങ്ങളിൽ പൊതുവെ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. ആളുകൾക്കെല്ലാം പൊതുവെ അതിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ പങ്കെടുക്കുമ്പോഴും അവർക്കൊക്കെ അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലം വരെയേ പ്രവേശനമുള്ളൂ എന്നുള്ളത് പലപ്പോഴും കാണാൻ പറ്റും. ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ കാണുന്നത്, എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം. ആ എല്ലാവർക്കും പ്രവേശനം എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ശ്രീകോവിലിനടുത്ത് വരെ പ്രവേശനം എന്ന് അതിനർത്ഥമില്ല. അത് ഓരോരാൾക്കും നിശ്ചയിച്ച അതിരുകൾ വരെയാണ് പ്രവേശനം. അത് എല്ലാ ദിവസവും ഇല്ല, ഈ പറയുന്ന പ്രത്യേക ഉത്സവ കാലങ്ങളിലാണ് ഉണ്ടാവുക. അതാണ് ഉത്സവകാലത്തെ പൊതുവായിട്ട് ആളുകളെ എല്ലാം യോജിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അത് എന്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു? ജാതീയതയെ അപ്പോഴും അത് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനം ഇന്നതാണെന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്ന ഒന്ന് തിറയെക്കുറിച്ചിട്ട്, പുരാതൻ തിറ എന്ന് പറയുന്നതാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും, മണ്ണാന്മാരാണ് ഈ തിറ അവതരിപ്പിക്കുന്നത്. അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് കാവിൽ, ഈ പറയുന്ന ഈ ത്രിപുരാന്തകൻ ക്ഷേത്രത്തിൽ, ഇപ്പോൾ അത് ക്ഷേത്രമാണ്, ആ കാവ് എന്നാണ് അതിൽ പറയുന്നത്. അവിടെ ഈ നാലമ്പലത്തിന് വെളിയിലാണ്, ചുറ്റമ്പലത്തിന് വെളിയിലാണ് ഈ തിറ അവതരിപ്പിക്കുന്ന സ്ഥലം. അപ്പം മണ്ണാന്മാർക്ക് വെള്ളം ഒക്കെ കോരി കൊടുക്കുന്നത് അകത്തെ കിണറിൽ നിന്നാണ്. പക്ഷേ അത് പട്ടന്മാരെ വെച്ചിട്ടാണ് കോരി കൊടുക്കുന്നത്. അവരവിടെ ക്ഷേത്രത്തിൽ കഴിയുന്നുണ്ട്. 18 ദിവസത്തോളം വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തിറ കെട്ടുന്നത്. അപ്പോൾ അങ്ങനെ അവരവിടെ നിലനിർത്തുന്നു. അവർക്ക് അരിയും ഈ പറയുന്ന ചോറൊക്കെ കൊടുക്കുന്നത് അകത്തു നിന്നാണ്. പക്ഷേ അത് ചെയ്യുന്നത് ക്ഷേത്രത്തിലുള്ള ഈ പട്ടന്മാരും ഒക്കെയാണ് ചെയ്യുന്നത്.
അപ്പോൾ ജാതീയതയെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കാളികളാക്കുന്നു. പങ്കാളികളാക്കി മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒന്ന് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കാലത്ത് അത് നമ്മളിപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഇൻക്ലൂസീവ് ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കും, അക്കാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അക്കാലത്ത് ജാതീയതയെ അന്നത്തെ നിയമമായി, മാമൂലായി, മര്യാദയായി, ആചാരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് ഒരു മാറ്റി നിർത്തലായിട്ട് തോന്നുന്നതിന് പകരം അവരെ കൂട്ടിച്ചേർക്കുന്നതായിട്ടും തോന്നിയിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. അതാണല്ലോ നമുക്ക് ഒരു പക്ഷേ നമ്മളുടെ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റിൽ എന്ന് പറയുന്നത് പോലെ ആവില്ല ഒരു പക്ഷേ അക്കാലത്ത് കണ്ടിട്ടുണ്ടാവും. അതെ, വ്യത്യാസമുണ്ട്. ഓരോ കാലത്തെ ഇതനുസരിച്ചാണ്, ആശയം അനുസരിച്ചാണ് അവർ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു നിലയിലാണല്ലോ ഇതൊക്കെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ ഇതുപോലെയാണ്. നമുക്ക് ഇന്ന് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് അന്ന് ഉണ്ടായിരുന്ന ഈ ഒരു ഡിസ്ക്രിമിനേഷൻ തിരിച്ചറിയുന്നത്. അന്ന് അത് അങ്ങനെയല്ല. ചില രേഖകളെല്ലാം കാണാം സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്, എന്നാൽ പങ്കാളിത്തം ഉണ്ട് താനും. ഈ നിലയിലാണ് അത് കാണുന്നത്. പൊതുവേ എല്ലാ മനുഷ്യരും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നില്ല രേഖകളിലൊന്നും. അതിനകത്ത് അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള റൂളിംഗ് ആയിട്ടുള്ള ആളുകളാണ് രേഖകളെല്ലാം വരിക. സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. ഇതേപോലെയാണ് സാധാരണ മനുഷ്യരെ പോലെ അവരും പൊതുവെ റെപ്രസെൻ്റ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലുള്ളവരാണ് പലപ്പോഴും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ തിറയുടെ കാര്യം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മധ്യകാലത്തിൽ 2 തരത്തിലുള്ള സെപ്പറേഷൻ ഉണ്ടാകുന്നുണ്ട്. ബ്രാഹ്മണ്യവും അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലകളും ക്ഷേത്രത്തിന് പുറത്തുള്ള കലകളെന്ന രീതിയിൽ 2 രീതിയിൽ ഇത് വിഭജിക്കപ്പെടുന്നത് മധ്യകാലത്തിലാണോ? വിഭജനം അന്ന് കാര്യമായിട്ടുണ്ടോ അറിയില്ല, പക്ഷേ 2 കലകളൊന്നുണ്ട് മധ്യകാലത്ത്. ഈ പറയുന്ന പിൽക്കാല മധ്യകാലത്ത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യായം ഇത് തന്നെയാണ്, ഈ കലകളെക്കുറിച്ചിട്ടാണ്. അതിനകത്ത് ക്ഷേത്രകലകൾ എന്ന് പറയുന്ന കുറേ കലകളുണ്ട്. ഈ കൂടിയാട്ടം, കൂത്തുകൂടിയാട്ടം മുതലിങ്ങോട്ട് തുള്ളൽ വരെയുള്ള ക്ഷേത്രകലകൾ അനുഷ്ഠാന കലകളായിട്ട്, അതായത് ക്ഷേത്ര ചുറ്റുമതിലിനകത്ത് അവതരിപ്പിക്കുന്ന കലകൾ എന്ന രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും. ക്ഷേത്ര ചുറ്റുമതിലിന് വെളിയിൽ അവതരിപ്പിക്കുന്ന കലകളാണ് നമ്മൾ ഈ പറഞ്ഞ തെറയും തെയ്യവും അതുപോലെയുള്ള കലകൾ. അത് ക്ഷേത്രമതിലിന് വെളിയിലാണ്. അത് അവതരിപ്പിക്കുന്നത് പലപ്പോഴും വേലൻ, മണ്ണാൻ, മലയൻ പോലെയുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ്. അവർക്ക് പൊതുവെ ക്ഷേത്രപ്രവേശനം സാധ്യമല്ലാത്തൊരു കാലം കൂടിയാണല്ലോ. അതുകൊണ്ട് അത് ക്ഷേത്രമതിലിന് വെളിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് നാടോടി പാരമ്പര്യത്തിലുള്ള കലകളും ഉണ്ട്, ക്ഷേത്ര പാരമ്പര്യം അനുസരിച്ചുള്ള കലകളുമുണ്ട്. രണ്ടും അക്കാലത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ രണ്ടിലും ഇതുപോലെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. മാറ്റം സംഭവിക്കുന്നുണ്ടെന്നുള്ളത് തെറയുടെ കാര്യത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. പുരാതൻ തെറ എന്ന് പറഞ്ഞൊരു തെറയേ ഇന്നില്ല. അതേസമയം 300 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു തെറ നടത്തിയതായിട്ട് നമുക്ക് രേഖയുണ്ട്. ആ ഒരു രേഖ മാത്രമാണ്, ഈ ഒരു പുരാതൻ തിറ രേഖ മാത്രമാണ് കോഴിക്കോട് ഗ്രന്ഥവരിയിലുള്ളത്. വേറെ എവിടെയും ഇങ്ങനെ ഒരു പുരാതൻ തിറയെക്കുറിച്ച് അറിയില്ല. നമ്മൾ പൊതുവേ ഭഗവതിയുടെ തിറയുണ്ട്, കാളിയുടെ തിറയുണ്ട്, കുട്ടിച്ചാത്തൻ തിറയുണ്ട് എന്ന് പറയും. പക്ഷേ ശിവൻ്റെ ഈ ത്രിപുരാന്തക രൂപത്തിലുള്ള ഒരു തിറയെക്കുറിച്ച് നമുക്ക് അറിവില്ല. അപ്പോൾ അങ്ങനെ അതിലും മാറ്റം വരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. നാടൻ കലകളിലും മാറ്റം വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ക്ഷേത്ര കലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം മാറ്റങ്ങൾ മുഴുവൻ അടയാളപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഈ അധ്യായത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മധ്യകാലത്ത് ഡീൽ ചെയ്യുമ്പോഴേ മാഷിന് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി, അതൊരു ബുദ്ധിമുട്ടായിട്ട് സോഴ്സസിൻ്റെ ആണോ അതോ പെർസ്പെക്റ്റീവ് പ്രശ്നമാണോ, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എപ്പോഴാണ്? എല്ലാ പ്രീ മോഡേൺ ചരിത്രം എഴുതുമ്പോഴും, അതായത് ആധുനിക കാലത്ത് നമുക്ക് കുറച്ചധികം രേഖകൾ, തെളിവുകൾ ഉണ്ടാവും. ഈ മധ്യകാലവും പ്രാചീന കാലവും ആകുമ്പോൾ നമുക്ക് തെളിവുകൾ വളരെ കുറവാണ്. ഉള്ള തെളിവുകൾ തന്നെ നമുക്ക് വിവരം തരുന്നതിനേക്കാൾ ഒരുപാട് വിവരം വിടവുകളാണ് ഉണ്ടാക്കുക. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ പരിമിതിയിൽ നിന്നിട്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മധ്യകാലത്തെക്കുറിച്ചായാലും പ്രാചീന കാലത്തെക്കുറിച്ചായാലും പഠിക്കുന്നത്. അന്ന് കിട്ടിയത് വെച്ചിട്ടാണ് പറയുന്നത്. കിട്ടാത്തത് കൊണ്ട് അന്ന്, അതായത് തെളിവിൻ്റെ അഭാവം സത്യത്തിൽ അന്ന് അത് നടന്നിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. അതെ, അതാണ് അന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡിഫിക്കൽട്ടി നമുക്കെല്ലാം ഉണ്ട് മധ്യകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ. ഇനി മാത്രമല്ല, ഇനി നിങ്ങൾക്ക് രേഖകളെല്ലാം ഉള്ള ആധുനിക കാലത്തെക്കുറിച്ച് നോക്കൂ. നമ്മളതിനകത്ത് ഒരു പത്രവാർത്തയിൽ കാണുന്നത് എങ്ങനെ നമ്മൾ അതേപടിയാണ് എന്ന് വിചാരിക്കും. തീർച്ചയായും ആ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പോലീസ് കൊടുത്ത ഭാഷ്യമാവാം, അല്ലെങ്കിൽ ആ പത്ര സ്ഥാപനത്തിൻ്റെ ഒരു ഭാഷ്യമാവാം, എഴുതിയ ലേഖകൻ്റെ ഒരു ഭാഷ്യമാവാം. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് രേഖകളിലെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്, രേഖകളിൽ അഭാവമുണ്ട്. അതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ അറിയോ, ഞാൻ എവിടെയോ എഴുതിയിട്ടുള്ളതാണ്, രാത്രിയും പകലെന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ലോകങ്ങളെന്നുണ്ട്. ഈ ആധുനിക കാലത്ത് ഒരുപക്ഷെ ഈ കറണ്ടൊക്കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ലോകമേ അല്ല മധ്യകാലത്തുള്ളത്. അതായത് പകല്
ഒരു ലോകം, രാത്രിയിൽ വേറൊരു ലോകം. അത് ഇരുട്ടിൻ്റെ ഒരു ലോകമാണ്. നമ്മൾ ഇന്ന് ആലോചിക്കാത്തതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അന്നത്തെ വെളിച്ചമെന്ന് പറയുന്നത് വളരെ പരിമിതമായ വെളിച്ച സ്രോതസ്സുകളാണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് വിശ്വാസങ്ങൾ, ഭൂതപ്രേതാദികൾ, നമ്മുടെ കലകൾ പോലും ആ രീതിയിലാണല്ലോ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ചൂട്ട് കത്തിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ കടും വർണ്ണങ്ങളിലുള്ള നമ്മുടെ നാടോടി ആ കലകൾ അത് തിളങ്ങുന്ന തരത്തിലുള്ള ഇത് വന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് ലോകം അന്ന് നിലനിൽക്കുന്നു. രാത്രിയിലെ ഒരു ലോകം, രാത്രിയിൽ മനുഷ്യർ പുറത്തിറങ്ങാത്തപ്പോൾ ഇറങ്ങുന്ന കുറേ ആളുകളുണ്ടാവും, രാത്രിഞ്ചരന്മാരുടെ ഒരു ലോകം ഉണ്ടാവും. അതേ സമയത്ത് പകല് ഉള്ള ഒരു ലോകം, രണ്ട് ധ്രുവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് മാർക്ക് ബ്ലോക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ തന്നെ പറയുന്നുണ്ട്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് രണ്ട് തരം ജീവിതം എന്നുള്ളത്. അങ്ങനെ നമുക്ക് വ്യക്തമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മധ്യകാലത്തെക്കുറിച്ച്. അപ്പം നമ്മളേക്ക് കിട്ടിയ രേഖകൾ അനുസരിച്ചിട്ട് യുക്തിഭദ്രമായ ഈ രീതിശാസ്ത്രം അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് എല്ലാവരും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് അറിയില്ല ഇന്നത്തെ രീതിയിലാവും അന്ന് ജീവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ മലയാളി സ്വത്വബോധം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ തമിഴകം അല്ലെങ്കിൽ ആദ്യ തമിഴരായ നമ്മൾ മലയാളികളായിട്ട് കൺവേർട്ട് ആകുന്നത്, അങ്ങനെ ഒരു സംസ്കാരം രൂപീകരിക്കപ്പെടുന്നത് ഈ പറയുന്ന മധ്യകാലത്തിലാണോ അതൊരു ലേറ്റ് മിഡീവൽ പീരീഡിലാണോ? എപ്പോഴാണ് ഈ ഭാഷ അതിനൊരു വലിയൊരു ഇൻഫ്ലുവൻസ്, മണിപ്രവാളമൊക്കെ വിട്ട് എഴുത്തച്ഛൻ വരാനും അങ്ങനെ ഒരു ഭാഷ എഴുതപ്പെടാനും ഒരു മലയാളം ഉണ്ടാകാനും ഒക്കെ കാരണമായത് മധ്യകാലമാണോ അതോ ലേറ്റ് പീരീഡിലാണോ അത് വരുന്നത്? ഇത് ചോദിച്ചത് നന്നായി. കാരണം ഒരു അധ്യായത്തിൽ മുഴുവൻ ഈ മലയാളികളുടെ ഒരു സ്വത്ത് രൂപീകരണമാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ഗവേഷണമല്ല, ഇതിന് മുൻപ് നടത്തിയിട്ടുള്ള ആളുകളുടെ ഗവേഷണ ഫലങ്ങളാണ്. ഞാനതിൽ ഒറിജിനലായ ഒരു റിസർച്ചല്ല മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ കേശവൻ വെളുത്താട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കേരളം എന്ന് പറയുമ്പോൾ 3 തരം കേരളം കാണാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 3 പലതരം കേരളങ്ങൾ കാണാം, എന്നാലും ഒരു കാറ്റഗറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 3 കേരളത്തെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തമിഴകത്തിൻ്റെ ഒരു ആദിമ ചേരന്മാരുടെയൊക്കെ കാലമുള്ള ഒരു തമിഴക കാലം എന്ന് പറയുന്ന ഒരു കേരളത്തിൻ്റെ കാലമുണ്ട്. അത് കഴിഞ്ഞു വരുന്നൊരു ഞാൻ പറയുന്ന മധ്യകാലം എന്ന് പറയുന്ന കേരളോൽപ്പത്തി പോലെയുള്ള കഥകളൊക്കെ പറയുന്ന ബ്രാഹ്മണരുടെ ഒരു മിത്തുകൾ, പരശുരാമൻ മുഴുവെറിഞ്ഞുണ്ടാക്കിയെന്നൊക്കെ പറയുന്ന മിത്തുകളുണ്ടല്ലോ, അതൊക്കെ ഉൾപ്പെടുന്ന ഒരു മധ്യകാല കേരളമുണ്ട്. പിന്നെ 1956 നിലവിൽ വന്ന ഒരു ആധുനിക കേരളം, നമ്മുടെ ഇന്നത്തെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കെ.എൻ. ഗണേശൊക്കെ പറയുന്നുണ്ട്, ആദ്യ കേരളം ഉണ്ടല്ലോ, ഈ പറയുന്ന തമിഴക കേരളം എന്ന് പറയുന്നത് തെക്ക് വടക്കായിട്ടല്ല കിടക്കുന്നത്, കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ ഇതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഇതാണ്. അതായത് അന്നത്തെ ചേര കേരളം എന്ന് പറയുന്നത് കോയമ്പത്തൂർ, സേലം മുതൽ പാലക്കാട് അങ്ങനെ കടന്ന് ഈ പറയുന്ന മുസിരിസ് വരെ നീണ്ടു കിടക്കുന്ന ഒരു കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന ഒരു കേരളമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഈ പറയുന്ന തെക്ക് വടക്കാവുന്നത് ഈ മധ്യകാലത്താണ്. ഈ ബ്രാഹ്മണ കുടിയേറ്റങ്ങൾക്കൊക്കെ ശേഷം അവരുണ്ടാക്കിയ ഒരു കഥയിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു വിച്ഛേദം കാണാം. അതായത് അതുവരെ ഉണ്ടായിരുന്നു നമ്മൾ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു, 1810 എന്നൊക്കെ നമുക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു സൂചനയും കേരളോൽപ്പത്തിയിലില്ല. തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മളെന്ന ഒരു സൂചനയും ഇല്ലാതെയാണ് കേരളോൽപ്പത്തി. ആ കഥയെ അതിനകത്തില്ല. ഇതിനകത്തുള്ളത് പരശുരാമൻ വന്ന് ഈ മഴുവറിഞ്ഞ ഒരു പുതിയ കേരളം ഉണ്ടാക്കി അത് ബ്രാഹ്മണർക്ക് കൊടുത്തു. അതായത് ഒരു പുതിയ കേരള സൃഷ്ടിയാണ് ഈ കഥയിൽ നമ്മൾ കാണുക. അതൊരു മധ്യകാല കേരളമാണ്. പിന്നീട് നമ്മൾ ഈ കാണുന്ന ഭാഷാ സംസ്ഥാനമായിട്ട് രൂപീകരിക്കപ്പെടുന്ന ഒന്നാണ്. ഭാഷ എന്ന് പറഞ്ഞു എന്നുള്ളത് ഇതുപോലെ വലിയ തർക്ക വിഷയമാണ്. അത് ഭാഷാ ശാസ്ത്രജ്ഞർക്കിടയിൽ തന്നെ വലിയ തർക്കമുണ്ട്, അതെ, പ്രശ്നമാണ്. അപ്പോൾ അത് പല വീക്ഷണങ്ങളുണ്ട്. അത് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അത് ഇന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് പല സിദ്ധാന്തങ്ങളുണ്ട്. ഏത് തരത്തിലാണ് ഈ ഭാഷ രൂപപ്പെടുന്നത്, ഈ മലയാളിയുടെ സ്വത്വം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നൊക്കെയുള്ളതാണ് അതിനകത്ത് ചർച്ച ചെയ്യാൻ. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയി. അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇത്രയും കാലം ഈ ഫീൽഡിൽ നിന്ന് ഒരാളെന്ന നിലയ്ക്ക് യൗവനമൊക്കെ തന്നെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളാണല്ലോ. അപ്പം മലയാളിയുടെ ഒരു സാമൂഹ്യ ബോധത്തിൽ ചരിത്ര പഠനത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വായന ഏതെങ്കിലും രീതിയിൽ മാറ്റേണ്ടതുണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലും പൊതുവിദ്യാഭ്യാസം കൂടെ ഉൾപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. ജനറൽ സമൂഹവും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും കൂടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് മാഷിന് തോന്നിയിട്ടുണ്ടോ? ചരിത്ര പഠന രീതിയിലാണോ അല്ല ചരിത്ര ബോധത്തിലാണോ? രണ്ടും. ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തിലുള്ള ഒരു കൗതുകം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേസമയത്ത് ഔദ്യോഗികമായോ ഗൗരവമായോ ചരിത്രം പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു.
ചരിത്രം പഠിക്കാത്ത, അതായത് ഔദ്യോഗികമായി പഠിക്കാതെ പാഷൻ്റെ പുറത്ത് പഠിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അതൊക്കെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇതിൽ ഗവേഷണത്തിലോ അല്ലെങ്കിൽ ചരിത്ര പഠനത്തിലോ വേണം നാളെ ഒരു ചരിത്രകാരനാകണം എന്ന രീതിയിൽ വരുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട്, നമ്മുടെ തൊഴിൽ സാധ്യതകൾ കൊണ്ട് ഒക്കെ സംഭവിക്കുന്നതാവാം. ഒരുപക്ഷെ തൊഴിലുമായി ബന്ധിപ്പിച്ചിട്ടല്ല പലപ്പോഴും ഈ നമ്മുടെ വിജ്ഞാനങ്ങളൊക്കെ പഠിക്കപ്പെടുന്നത്. അത് നിലനിൽക്കുന്നു അങ്ങനെയല്ല. പലപ്പോഴും സർക്കാരുകളുടെ ഒരു പിന്തുണ കൊണ്ടാണ് സാമൂഹ്യ ശാസ്ത്രം തന്നെ നിലനിൽക്കുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കും ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് നാളെ എന്ത് ചെയ്യും എന്ന ഒരു തോന്നൽ കൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതേസമയത്ത് ചരിത്രമെന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയെ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കാനാവുകയുമില്ല. അതുകൊണ്ട് താല്പര്യപൂർവ്വം വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അത് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ ചരിത്രത്തിന് എല്ലാ കാലത്തും ഇതുപോലെയാണ്. കൂടുതൽ മറ്റ് വിഷയങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇതിലേക്ക് തിരിയുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ പ്രാധാന്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ചരിത്ര രീതിശാസ്ത്രം നമ്മൾ പറയും ഈ ഒരു വളയം ഉണ്ടാക്കലാണ്, കൃത്യമായി ആണെന്ന് പറയുകയും അതേസമയത്ത് അത് ഉള്ളത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു രീതിശാസ്ത്രം ഇല്ലാതെ ആളുകൾക്ക് തോന്നിയതുപോലെ പറയുകയാണെങ്കിൽ അത് ഐതിഹ്യങ്ങളാണ്, മിത്തുകളാണ്, കഥകളാണ്. അത് അവിടെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ നിലനിൽക്കുന്നത് കൃത്യമായ ഇത്തരം ഒരു രീതിശാസ്ത്രം ഉള്ളതുകൊണ്ട്, മെത്തഡോളജി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ മെത്തഡോളജിയുടെ ഒരു ട്രെയിനിങ് കിട്ടിയ ആളുകൾ ചരിത്രം എഴുതുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ അതിൽ നിന്നാണ് പിന്നീട് പുതിയ വിജ്ഞാനം ഉണ്ടായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവെ ചരിത്ര രീതിശാസ്ത്രം ഒരു സമഗ്ര വിഷയമായി പഠിച്ചിട്ടുള്ള ആളുകൾ, അതിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളെ കൊണ്ട് പൊതുവായനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രം എഴുതാം എന്ന രീതിയിൽ ഞങ്ങൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേരള ചരിത്രത്തെ പൊതുവെ ഇഷ്ടപ്പെടുന്ന, ചരിത്രത്തെ മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ താല്പര്യപൂർവ്വം വായിക്കാവുന്ന ഒരു ഗ്രന്ഥമായി മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. DC ബുക്സ് പോലെയുള്ള ഒരു പ്രസാധകർ ഇത്തരത്തിലുള്ള ഒരു സംരംഭവും ഇനീഷ്യേറ്റീവ് വളരെ സ്വാഗതാർഹമാണ്. വാസ്തവത്തിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ നടത്തേണ്ട ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ചരിത്രം, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ചരിത്ര രചന എന്ന് പറയുന്നത്. പല തരത്തിൽ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ DC ബുക്സിന് ചെയ്യാൻ പറ്റിയ പോലെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചില വാല്യങ്ങളൊക്കെ സാംസ്കാരിക വകുപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേയും വാല്യം 1, 2 എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അത് നല്ല അറ്റംപ്റ്റുകളാണ്. അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് കുറച്ചുകൂടി പൊതുജനങ്ങളിലേക്ക്, അത് ഗവേഷകർക്കൊക്കെ വേണ്ടിയായിരുന്നെങ്കിൽ ഇത് കുറേ കൂടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു അറ്റംപ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ DC ബുക്സിൻ്റെ ഈ ശ്രമത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു ജനറൽ എഡിറ്റർ എന്ന രീതിയിൽ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ വാല്യങ്ങൾ കേരള ചരിത്രത്തിൽ നമ്മുടെ കൗതുകത്തെയും നമ്മുടെ ഒരു എന്താ പറയുക ആകാംക്ഷയുണ്ടല്ലോ, നമുക്ക് എന്താണ് എന്നറിയാനുള്ള ഒരു താല്പര്യമുണ്ടല്ലോ, ആ കൗതുകത്തെ തീർച്ചയായും അഡ്രസ്സ് ചെയ്യുന്ന ഒന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേരള ചരിത്രമായിരിക്കും ഈ ആധികാരിക കേരള ചരിത്രം എന്ന് കരുതി. ചരിത്ര കൗതുകങ്ങളെല്ലാം തൃപ്തിപ്പെട്ടെ. പക്ഷേ താങ്ക് യു. ഓക്കെ, താങ്ക് യു.